വാട്സപ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റസായിട്ട് വെക്കാറുണ്ട്. ഒരുപാട് വീഡിയോസ്, ഫോട്ടോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റസായിട്ട് വെക്കും. എന്നാൽ നമ്മുടെ ഗാലറിയിലുള്ള ഓഡിയോ, അതായത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ ഓഡിയോ സോങ്സോ നമുക്ക് വാട്സപ്പിൽ എങ്ങനെയാണ് സ്റ്റാറ്റസായിട്ട് വെക്കുക, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഉപകരിക്കാതിരിക്കില്ല. അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഡിയോ സ്റ്റാറ്റസ് മേക്കർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ഗാലറി പെർമിഷൻ നിങ്ങൾ ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഗാലറി പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുക. ഇവിടെ ഫോട്ടോസിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ഓപ്ഷനുണ്ട്. ഓഡിയോ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ഇമോജി, ബ്രഷ്, എറേസർ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ആദ്യം നിങ്ങൾ ഓഡിയോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഓഡിയോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ പിക്ക് ഓഡിയോ എന്നും റെക്കോർഡ് ഓഡിയോ എന്നും പിക്ക് ഫ്രം ഫയൽ എന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പിക്ക് ഓഡിയോ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഓഡിയോകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഓഡിയോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സോങ് ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടതെന്ന് പ്ലേ ചെയ്ത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഓഡിയോ അതിൻ്റെ തമ്പിനയിൽ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിങ്ങൾക്ക് ഇമോജികൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഇമോജികൾ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും പേര് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിന് നിങ്ങൾക്ക് നല്ല ഫോണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം ചെറുതും വലുതും ഒക്കെ ആക്കാം. അതിനുള്ള ഓപ്ഷൻസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെറുതും വലുതും ഒക്കെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തമ്പനെയിലിന് പകരം ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഗാലറിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ഐക്കണും നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗാലറിയുടെ ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ തമ്പിനയിലും ഫോട്ടോ പേരും മറ്റോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക് ഭാഗത്തായിട്ടാണ് ഫോട്ടോ വന്നിട്ടുള്ളത്. നമുക്കത് ഇവിടെ തമ്പിനയിലൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇമോജിയിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പേര് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓപ്ഷനുണ്ട്. ബ്രഷ് ഉണ്ട്, എറേസർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഒരുപാട് നല്ല നല്ല സ്റ്റിക്കേഴ്സുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഷെയർ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് ഈ ഓഡിയോ സോങ് തമ്പിനയിലടക്കം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.